കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ സമരക്കാർ പൂട്ടിച്ചു. ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ജീവിക്കാൻ പറ്റാത്തവരാണ് സമരം ചെയ്ത ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യം പറയട്ടെ. നിങ്ങൾക്ക് സമരം ഇതുവരെ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ബണ്ടി സൈഡൊക്കെ തന്നെ ഞാൻ പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒരേ വാക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല. അതന്നെ ഇത് സമരം ചെയ്യാൻ ഞാൻ കണ്ടത് കിട്ടുന്ന ചോദിച്ചില്ലേ. സമരാനുകൂലികൾ ഈ പ്രകടനത്തിന് വേണ്ടി, ഈ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രകടനത്തിന് വേണ്ടി ഒത്തുകൂടിയ സമയത്താണ് ഈ ഓട്ടോറിക്ഷ ഈ പുതിയ സ്റ്റാൻഡ് പരിസരത്തേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഈ സമരാനുകൂലികളെ ഇടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം സമരാനുകൂലികൾ ഉയർത്തുകയും അങ്ങനെ ഓട്ടോ തടയുകയുമായിരുന്നു. ആദ്യം ഒരു സ്ഥലത്ത് തടഞ്ഞിട്ടു, പിന്നീട് വാക്കേറ്റമുണ്ടായി. ഡ്രൈവറും തങ്ങൾക്ക് ഓടണമെന്നുള്ള രീതിയിൽ ഡ്രൈവർ സമരാനുകൂലികൾ കയർത്തു. അങ്ങനെ പരസ്പരം കയർക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് പോലീസ് എത്തി ഓട്ടോറിക്ഷ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും. ഈരാറ്റുപേട്ടയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സാണ് ടൗണിൽ തന്നെ തടഞ്ഞത്. കട്ടപ്പനയിൽ നിന്നും എത്തിയ ബസും നഗരത്തിൽ തടഞ്ഞു. CPM CITU പ്രവർത്തകരാണ് വാഹനങ്ങൾ തടഞ്ഞത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാ. ഇങ്ങനത്തെ കരിങ്കാലിപ്പണി ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടെയാ. ഈ രാജ്യത്ത് വരാൻ പോകുന്നത് പണിയില്ലാതെയാകും. അതുപോലെയാ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങളുടെ സർക്കാരിന് നഷ്ടം വരുന്നതിന് വേണ്ടി KSRTC ബസ്സുകൾ പലയിടങ്ങളിൽ തടയുന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലാണ് പൂർണ്ണമായും മുഴുവൻ സർവീസുകളും മുടക്കിക്കൊണ്ട് സമരാനുകൂലികൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 2 സർവീസുകൾ പോയതൊഴിച്ചാൽ ദീർഘദൂര സർവീസുകളും ഒപ്പം പ്രാദേശിക സർവീസുകളും ഒന്നും തന്നെ പോകാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നഗരത്തിൽ ഇപ്പോൾ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനമടക്കം നടക്കുകയും ചെയ്തു. പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കോട്ടയം നഗരം അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ചങ്ങനാശ്ശേരി മുതൽ വൈക്കം വരെയും ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലുമെല്ലാം സമാനമായ രീതിയിലുള്ള